ഇനി ചക്ക കിട്ടുമ്പോഴേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ. ചക്ക കൊണ്ട് നല്ല അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോണത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു പുളിപ്പ് വന്ന ചക്കയാണ് കേട്ടോ. പുളിപ്പ് എന്ന് വെച്ചാൽ ചെറിയൊരു മധുരമൊക്കെ വെക്കുമല്ലോ നമ്മൾ പച്ചച്ചക്ക കൊണ്ട് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ, അത് പിറ്റേ ദിവസം ആകുമ്പോൾ ചെറിയൊരു മധുരം വെക്കൂലേ, അങ്ങനത്തെ ചക്ക കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞ് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗൾക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് അതിനത്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവും ചേർത്ത് കൊടുത്തു, 1/2 കപ്പ് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവാള ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചക്കി തന്നെ ഉണ്ടാവും കേട്ടോ വെള്ളമൊക്കെ. പിന്നെ 1 സ്പൂണ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അങ്ങനെ അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചട്ടിയൊക്കെ ചൂടാക്കി, ഞാൻ പുറത്ത് അടുപ്പിലാണ് കുക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴത്തേന് മഴ ഉറ്റാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അകത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ കറണ്ട് അടുപ്പുമ്മൽ വെച്ചിട്ട് ഓയിലൊക്കെ ചൂടായിട്ട് അതിലേക്ക് ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മാവ് കോരിയിട്ട് കൊടുത്തു. നമ്മൾ പൊക്കവടയൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിൽ കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. അപ്പോൾ ചക്ക പൊക്കവട റെഡി ആയിട്ടുണ്ട്. മണി ചായൻ്റെ കൂടെ